அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே உச்சி மீது வானிடிந்து വീഴുകെன்ற പോതിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചം என்பதில்லையே. സുബ്രഹ്മണ്യ ഭാരതിയുടെ വരികൾ. ഭയമില്ല, ആകാശം ശിരസിൽ വീണ് പൊടിഞ്ഞാലും എനിക്ക് ഭയമില്ല. സ്വാഗതം. നിർഭയമായ മനസ്സോടെ ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. എന്തിനാണെന്ന് പേടിയെക്കുറിച്ച് ഭയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതെന്നല്ലേ? അതിലൊരു കഥയുണ്ട്. ആ കഥ അറിയുന്നതിന് മുൻപ് ഈ ദിവസത്തെ ആദരണീയരായ ജൂറി അംഗം ശ്രീ കാവാലം ശ്രീകുമാർ, നമസ്കാരം. അവർ IT ഗൈഡ് നിമി എരൻഗോപൻ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ അതിഥി ആരാണെന്ന് നമുക്കിനി കാണാം. താടിയിൽ ചിന്തയുടെ തേനീച്ച കൂട് വളർത്തിയ തലയെടുപ്പുള്ള ഒരുപാട് തലപ്പാവുകൾ സ്വന്തമായുള്ള ശ്രീ മധുപാൽ, പ്ലീസ് വാക്ക് ഇൻ. കണ്ടതിൽ വളരെ സന്തോഷം. എനിക്കും സുഖം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം സംസാരിക്കാനുണ്ട്. അത് ഈ കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് ഉചിതം. താങ്കളെപ്പോലെ അതിഥിയെ നിർത്തി സംസാരിക്കുന്നതിനകത്ത് ഔചിത്യക്കുറവ് അല്ലേ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് അതിനു മുൻപ് യാഗഭൂമി താണ്ടി വരാം. യെസ് പ്ലീസ്. ശ്രീ മധുപാൽ, യാഗം ആരംഭിക്കാം. എന്താണ് അതിലെഴുതിയിരിക്കുന്ന വിഷയം? അമ്മ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ താങ്കളോടൊരു വാചകം പറയുന്നത്. ആ വാചകം ഇതാണ്. അമ്മ എന്ന പ്രശസ്തമായ കവിത എഴുതിയത് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ശരിയോ തെറ്റോ? ഫാൾസ്. തീർച്ചയായും ഫാൾസ് ആണ്. അത് OMV സാറിന്റെ ഉജ്ജ്വലമായ കവിതയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ താങ്കൾക്ക് സ്വന്തം. അത് തിരികെ നിക്ഷേപിക്കാം. രണ്ടാം ബൗളിലേക്ക് താങ്കൾക്ക് യാത്ര. ജീവജാലം. ശരി. ഏതാണ് 5 ഹൃദയങ്ങളുള്ള ജീവി എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഉത്തരം മണ്ണിര, രണ്ടാമത്തെ ഉത്തരം തവള. മണ്ണിരയാണ്. 5 ഹൃദയങ്ങളുള്ള ജീവി മണ്ണിരയാണ്. താങ്കളുടെ ഉത്തരം ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ താങ്കൾക്ക് സമ്മാനം. മൂന്നാമത്തെ ബൗളിലേക്ക്. ചലച്ചിത്രം. ശരി. ആരാണ് ശ്രീ ഷാജി എൻ കരുണിന്റെ പിറവി എന്ന സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത്? 3 ചോയ്സുകൾ. ഒന്നാമത്തെ ചോയ്സ് ഷാജി എൻ കരുൺ തന്നെ, രണ്ടാമത്തെ ചോയ്സ് അടൂർ ഗോപാലകൃഷ്ണൻ, മൂന്നാമത്തെ ചോയ്സ് G അരവിന്ദൻ. ഫസ്റ്റ് ചോയ്സ് അല്ലേ? ഒന്നാമത്തെ ചോയ്സ് ഷാജി എൻ കരുൺ, രണ്ടാമത്തെ ചോയ്സ് അടൂർ ഗോപാലകൃഷ്ണൻ, മൂന്നാമത്തെ ചോയ്സ് അവസാനത്തെ ചോയ്സ് G അരവിന്ദൻ. G അരവിന്ദൻ. ശരിയായ ഉത്തരം. 100% ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ താങ്കൾക്ക് സ്വന്തം. ഇനി ഒരു കടമ്പ കൂടിയുണ്ട് ശ്രീ മധുപാൽ. അത് താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു കടമ്പയാണ്, ഒരു കാഴ്ച കടമ്പ. കാണാം. ഈ പാപം പയ്യനാരാ? എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂവോ? പേടിപ്പിച്ചു ഒരുപാട് പേരെ, പീഡിപ്പിച്ചു പിന്നെയും ഒരുപാട് പേരെ. ഒരു ജർമ്മൻ ഏരിയയിലുള്ള കക്ഷിയാണെന്ന് എനിക്ക് സംശയം അല്ലേ? ഒരു അപ്പിയറൻസിലൊരു സാധനം ഉണ്ട്. എൻ്റെ സംശയമാണ് ഹിറ്റ്ലർ ആയിരിക്കും. നോക്കാം നമുക്ക് ഹിറ്റ്ലർ ആണോ. യെസ്, അഡോൾഫ് ഹിറ്റ്ലർ. ശരിയായ ഉത്തരം ശ്രീ മധുപാൽ. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപ നേടിക്കഴിഞ്ഞു. താങ്കൾ യാഗം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ശ്രീ മധുപാൽ യാഗം വിജയകരമായി പൂർത്തിയാക്കി. അദ്ദേഹം യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ പിൻവാങ്ങുമോ അത് അദ്ദേഹത്തിന്റെ തീരുമാനം. പക്ഷേ പ്രേക്ഷകരോട് എനിക്ക് നൽകാനുള്ള ഈ ദിവസത്തെ ആദ്യത്തെ സൂചന നൽകേണ്ടത് എൻ്റെ തീരുമാനമാണ്. എൻ്റെ തീരുമാനം ഇതാണ്. ആദ്യത്തെ സൂചന ഒറ്റ വാക്കിൽ ഒതുങ്ങണം. ബാലമുരളി. ശ്രീ മധുപാൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ, അദ്ദേഹത്തിന്റെ അറിവ് പങ്കുവയ്ക്കാൻ യജ്ഞഭൂമിയിലേക്ക് എത്തുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ് ഓർ നോ? ലെറ്റ്സ് സീ.
the sign. Congratulations, Mr. Madhubal, for your decision. ശ്രീ മധുപാൽ, താങ്കൾ യജ്ഞത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാര്യം ഭീരുവിനെ പോലെ പിന്മാറുന്നവനല്ല, ധീരമായി മുന്നേറുന്നവനാണ് താങ്കളെന്ന് പലപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. കാശ്മീരത്തിലെ വെറോണിക്ക കാമുകനിൽ നിന്നും ഇന്ന് താങ്കൾ എത്തി നിൽക്കുന്നത് ഒത്തിരി തലയെടുപ്പുള്ള ഒരുപാട് തലപ്പാവുകളുടെ ഉയരത്തിലാണ്. താങ്കൾക്ക് ഈ യജ്ഞഭൂമിയിൽ ആദ്യ ബൗളിൽ നിന്ന് ഒരു വിഷയം തിരഞ്ഞെടുക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ വേണം താങ്കൾ മനസ്സിൽ ഓർമ്മിക്കാൻ. ആദ്യ റൗണ്ടിൽ അശ്വമേധത്തിലേർപ്പെടാം. വളരെ ബുദ്ധിമുട്ടുണ്ടോ വിഷയം? ഇല്ലല്ലോ. സോ പ്ലീസ്. ശ്രീ മധുപാൽ വിചാരിച്ച പേര് ജൂറി അപ്രൂവ് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ പ്രവേശിക്കും പേടിത്തൊണ്ടന്മാരില്ലാത്ത മനസ്സിന്റെ പ്രഹേളികയിലേക്ക്. യജ്ഞം. സോ ശ്രീ മധുപാൽ, താങ്കൾ ഒരു പേര് മനസ്സിൽ വിചാരിച്ചു. ആ പേര് ജൂറി അംഗീകരിക്കുന്നു. അപ്രൂവ്. നിമ്മി അരുൺ ഗോപൻ, ശ്രീ മധുപാലിന് ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ പറയാൻ 6 തവണ വരെ സഹായിക്കാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ തയ്യാറാണോ? തയ്യാറാണ്. ഇനി എന്തിനാ മാന്തം? പ്ലീസ്. ഷുവർ. ഇനി വേണ്ട നമുക്ക് ഇരിക്കാൻ. ഇത്ര നേരം നമ്മൾ ഇരുന്നില്ലല്ലോ. അല്ല, ഞാനതൊരു കാര്യം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് അതിന് മുമ്പ് ഒരു കഥയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൃത്യമായി പറഞ്ഞാൽ മധുപാൽ, കൃത്യമായി പറഞ്ഞാൽ 2001 ഓഗസ്റ്റ് മാസം 12-ാം തീയതി സംപ്രേഷണം ചെയ്ത അശ്വമേധത്തിന്റെ എപ്പിസോഡാണ്. അശ്വമേധത്തിന്റെ 13-ാമത്തെ എപ്പിസോഡ്. അന്ന് കൈരളി ടിവിയുടെ ആദ്യകാലം ചിത്രാഞ്ജലിയിലായിരുന്നു നമ്മൾ ചെയ്തത്. അന്ന് മധുപാൽ മനസ്സിൽ ഓർമ്മിച്ചു വന്നത് ചാക്കോയെയാണ്. സുകുമാരക്കുറുപ്പ് കൊന്ന ചാക്കോയുടെ പേര്. അന്ന് മധുപാലിന്റെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ജിയലാലുണ്ടായിരുന്നു. ലാലും ഞാനും കൂടിയാണ് വന്നത്. വേറൊരു കാര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളത്, ഞാൻ പലപ്പോഴായിട്ട് പ്രദീപിനെ കുറിച്ച് എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ലാലാണ്. കൈരളി ടിവിയുടെ ആരംഭകാലത്തിൽ ജിയലാൽ രചിച്ച ഡിസംബർ മിസ്റ്റ് എന്ന ടെലിഫിലിം സംവിധാനം ചെയ്തുകൊണ്ടാണ് സജി സുരേന്ദ്രൻ. അതിനു മുമ്പ് കൈരളി ചാനലിന്റെ ഫസ്റ്റ് സീരിയൽ ആകാശത്തിലെ പറവകൾ എന്ന സീരിയൽ ഞാൻ ഡയറക്റ്റ് ചെയ്തത് ജിയലാലായിരുന്നു സ്ക്രിപ്റ്റ്. കൈരളിയുടെ ആരംഭത്തിലെ വെരി ഫസ്റ്റ് സീരിയലായിരുന്നു. അതിന് ആ വർഷത്തെ സ്റ്റേറ്റിൻ്റെയും അതുകൂടാതെ ക്രിട്ടിക്സ് തുടങ്ങി അമേരിക്കയിൽ നിന്ന് വരെ ആ സീരിയലിൻ്റെ പുറത്ത് മാത്രമായിട്ട് ഞാനൊരു അമേരിക്കൻ യാത്ര നടത്തി. അങ്ങനെ ഒരു 2001 കൈരളി ചാനലിൻ്റെ കിട്ടുന്ന അവാർഡുകളിൽ ഏകദേശം ഒരു 10-12 അവാർഡുകളോളം, 17 അവാർഡുകൾ ടോട്ടൽ ആ സീരിയലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ന് എന്തുകൊണ്ടാണ് ശ്രീ മധുപാൽ അതിഥിയായിട്ട് വന്നപ്പോൾ ഞാൻ തുടക്കം ഇൻട്രൊഡക്ഷൻ മുതൽ ഞാൻ അച്ചമില്ലേ എന്ന് പേടിയെക്കുറിച്ചും പേടിത്തൊണ്ടന്മാരില്ലാതെ യജ്ഞമെന്നും, അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണമെന്ന് പറയാമോ? എനിക്കൊരു പേടിത്തൊണ്ടൻ എന്ന് പറയുന്ന വാക്ക് എനിക്ക് ഇഷ്ടമാണ്. കവേർഡ് അല്ലേ, നമ്മൾ പറയുന്നൊരു ഒരു ഭീരു എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ഈ കഴിഞ്ഞ ഞങ്ങളിപ്പോൾ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രദീപ് അഭിനയിച്ചിട്ടുള്ളത്, നമ്മൾ ഒന്നിച്ച് ചെയ്തിട്ടുള്ള സീൻ കൂടിയായിരുന്നു. ഞാനായിട്ട് അഭിനയിച്ചു ഒരു സീനേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ച് തന്നെയാണ് ചെയ്തത്. എനിക്കൊരു വലിയ കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ യാത്രകളിലായിരുന്നു. നമ്മൾ ചെയ്തൊരു സീൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പഴയ പത്രങ്ങൾ വായിക്കുക എന്നൊരു ശീലം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റില്ലെന്ന് വരും. പക്ഷേ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പത്രങ്ങളിൽ കാണുമ്പോൾ അതിനകത്തുള്ളൊരു വാർത്ത ഈ ഗവർണർ പറഞ്ഞൊരു കാര്യമാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അതെനിക്കൊന്ന് നമ്മളുടെ സീനായിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽ ഇനി ഉപേക്ഷിക്കില്ല എന്ന് താങ്കളോട് പറയുന്ന, ഉപയോഗിക്കില്ല എന്ന് താങ്കളോട് പറയുന്ന രംഗമാണ് ആ സീൻ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിനിമയെ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പിന്നീട് പലപ്പോഴായിട്ട് പലരാൽ അത് ആവർത്തിക്കപ്പെടുകയും സമൂഹം അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും. തീർച്ചയായും. പിന്നെ അതിനകത്ത് വലിയൊരു സന്തോഷമുള്ള വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടറും ഈ പറയുന്ന സോഷ്യൽ ഒരു സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ പൊതുജന ജീവിതത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് റഷീദ് മാഷ് എന്നുള്ള കഥാപാത്രം ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെക്കുറിച്ചും വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചും ഈ കാവുകളെ കുറിച്ചും ഗംഭീരമാക്കിയിട്ടുണ്ട് വേഷം. എനിക്ക് തോന്നുന്നു സുരാജിന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞതിന് മുമ്പാണ് നമ്മളത് തുടങ്ങുന്നത് ഈ സിനിമ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ സത്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും അംഗീകരിക്കാൻ കാരണം വെച്ചാൽ വളരെ ഒരു ഭീരു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷേ ഭീരുവിനെ മുന്നിൽ മാറ്റി നിർത്തിക്കൊണ്ട്
അയാളൊരു ധീരനായി മാറുന്ന ഒരു സിനിമ കൂടിയാണ് പേടിത്തൊണ്ടെന്ന്. സത്യത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജുള്ള, കുട്ടികളോടൊപ്പം സിനിമ കാണുന്ന, യുവാക്കൾക്ക് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. നല്ലൊരു വർക്ക് തന്നെയായിരിക്കും പ്രദീപിൻ്റെത്. അങ്ങനെ വെച്ചാൽ പ്രദീപ് പണ്ട് ഇംഗ്ലീഷ് മീഡിയം എന്നൊരു സിനിമ ചെയ്തിരുന്നു, ശ്രീനിവാസനും നെടുമുടി വേണും ഒക്കെ ചെയ്തില്ല. അതിനുശേഷം ചെയ്യുന്ന ഒരു പടമാണത്. പക്ഷേ ഒരു പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്, ഇപ്പൊ പറഞ്ഞ പ്രദീപ് ഞാനല്ല, ആ സിനിമയുടെ സംവിധായകനായ ശ്രീ പ്രദീപിന്റെ കാര്യമാണ് പറഞ്ഞത്. സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തെ സജീവമായിട്ട് ആലോചിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു യത്നം അതിനകത്ത്. അശ്വമേധത്തിന്റെ പുതിയ രൂപം എങ്ങനെയുണ്ട്? ഞാൻ കാണുന്നുണ്ടായിരുന്നു, നന്നായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ചേഞ്ചസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന തുടക്കത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ഭയങ്കര രസകരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇതിനകത്തേക്ക് എൻട്രി ആക്കുന്ന ഒരു പ്രയത്നം സത്യത്തിൽ ആവശ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ അല്ല ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ഒരു ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ബ്രില്യൻസ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു. കാരണം നമ്മൾ കുറേ ഇവിടെ കഴിഞ്ഞതിന് ശേഷം, മലയാളം കഴിഞ്ഞതിന് ശേഷം ശ്രീലങ്ക ചെയ്തിരുന്നു, തമിഴ് ശ്രീലങ്ക. ഞാൻ ശ്രീലങ്കയിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ നിങ്ങളൊരു വലിയൊരു കട്ടൗട്ടർ ഞാൻ അവിടെ കണ്ടിരുന്നു, കൊളംബോയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ, നമ്മളുടെ സുഹൃത്ത്, നമ്മളോടൊപ്പം നിന്നൊരാൾ ഇവിടെ വേറൊരു രീതിയിൽ വലിയൊരു കട്ടൗട്ടിൽ എന്ന് പറയുന്ന ഒരു കിട്ടുന്ന ഒരു അംഗീകാരമാണ് അത് അർത്ഥത്തിൽ. അതെനിക്കറിയാം അദ്ദേഹത്തെ എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, വലിയ സുഖമുണ്ടാക്കുന്നൊരു കാര്യമാണ്. സോ നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ വിപരീത സമസ്യയുടെ യാജ്ഞിക മേഖല. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണ്. യെസ്. ഇന്ത്യൻ? നോ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സായോ? അതിൽ കൂടുതലുണ്ട്. ഏഷ്യൻ? അല്ലല്ലോ. അല്ല. യൂറോപ്യൻ? ആണ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അല്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി? യെസ്. ബ്രിട്ടീഷ്? നോ. ഫ്രഞ്ച്? നോ. ജർമ്മൻ? യെസ്. ഒരു വലിയ ജർമ്മൻ ഭീകരൻ. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇതിലേക്ക് എത്തിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയതും അത് തന്നെയാണ്. കാരണം ഒരു വലിയ ജർമ്മൻ എന്ന് പറയുന്നത് ഒരു വലിയ ക്യാമ്പാണത്. ലോകത്തെ എത്രമാത്രം ഞെട്ടിച്ച ഒരു മനുഷ്യൻ്റെ തുടർച്ച പോലെയാണ് എനിക്ക് തോന്നിയതെന്നുള്ളത്. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അങ്ങനെയും പറയാം. പാരിസ്ഥിതിക പ്രവർത്തനം? യെസ്. ഗ്രീൻസ് പാർട്ടിയുമായി ബന്ധമുണ്ടോ? യെസ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഒരു പാരിസ്ഥിതിക പ്രസ്ഥാനത്തിന്റെ വക്താവായി. നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും താങ്കളെ പോലെ താടിയുള്ള ഒരാളാണോ? ഞാൻ കണ്ട ചിത്രങ്ങളിലൊന്നും താടിയുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. താടി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കല്ല. ഞാൻ കണ്ട ചിത്രങ്ങൾ മാത്രം. ഞാൻ അയാളുമായിട്ട് അടുപ്പം പരിചയമൊന്നുമില്ല. പക്ഷെ കണ്ട ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഉള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം ജെ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. ആറിൽ ആരംഭിക്കുന്നുണ്ട്? ഇല്ല. ഒരുപാട് മാർക്കുകൾ കിട്ടിയിട്ടുണ്ടല്ലേ താങ്കൾക്ക് പരീക്ഷയ്ക്ക്? കുറവാണ്. കൺഗ്രാറ്റുലേഷൻ ശ്രീ മധുബാൽ. You have won ₹25,000 from Mir Realtors. പറയൂ, ആരെയാണ് താങ്കൾ വിചാരിച്ചത്? എമ്മിലാണ് തുടങ്ങുന്നത്. പറയൂ. മൈക്കൽ ബ്രോങ്ങാർട്ട് എന്ന് പറയുന്ന മൈക്കൽ ബ്രോങ്ങാർട്ട് ജർമ്മനിയിലെ പാരിസ്ഥിതിക പ്രസ്ഥാനമായ ഗ്രീൻസ് ഓർഗനൈസേഷന്റെ ഏറ്റവും സജീവനായ നേതാവ്. വളരെ ശക്തമായി ജർമ്മനിയുടെ പുനരേകീകരണ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലനാത്മകമായ സാമൂഹ്യ പ്രക്ഷോഭവും ഗ്രീൻസ് ഓർഗനൈസേഷൻ നടത്തിയതാണ്. യന്ത്രവൽക്കരണത്തിനെതിരെ, അർബനൈസേഷനെതിരെ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും ബ്രോങ്ങറാണ്. മനോഹരമായ സെലക്ഷൻ. കാരണം ഞാൻ സത്യത്തിൽ അപ്രതീക്ഷിതമായി കിട്ടുകയാണ് നമുക്കൊരു ഒരു 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 ഇടം. അപ്പോൾ അതിൻ്റെ ഒരു
സന്തോഷം തോന്നിയതിൻ്റെ പുറത്താണ് അതങ്ങനെ ചിന്തിച്ചു പോയതെന്ന് മാത്രമേ. മൈക്കൽ ബ്രോങ്കാർട്ട് 1958 ജർമ്മനിയിൽ ജനിച്ചു. ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ രസതന്ത്ര ശാഖയുടെ കോ ഫൗണ്ടർ. ലോക പരിസ്ഥിതി സംരക്ഷണ ചിന്തകരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഇദ്ദേഹം മുൻ ഗ്രീൻ പീസ് ആക്ടിവിസ്റ്റും കൂടിയാണ്. വ്യാവസായിക ഉൽപാദനം പുനഃക്രമീകരിക്കുന്നതിലൂടെ പരിസ്ഥിതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് ഇദ്ദേഹം വാദിക്കുന്നു. ക്രാഡിൽ ടു ക്രാഡിൽ റീമേക്കിംഗ് ദ വേ തിങ്സ് എന്ന പുസ്തകം ഇദ്ദേഹത്തിന്റെ രചനയാണ്. എനിക്ക് ഈ മനുഷ്യനെ ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മളൊരു പാരിസ്ഥിതിക പ്രശ്നത്തിനൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രോഡക്ട്സുകൾ തുടക്കത്തിൽ ഈ വിഷയം തന്നെ ആയതുകൊണ്ടും ഉള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നാം ഇയാളുടെ ക്രാഡിൽ ടു ക്രാഡിൽ എന്ന് പറയുന്ന ആ ഒരു തൊട്ടിൽ വരെയുള്ള ആ ഒരു സംഭവം തന്നെ സത്യത്തിൽ ഓരോ പ്രോഡക്ട്സും തിരിച്ച് തുടങ്ങിയിടത്തേക്ക് തന്നെ എത്തുന്ന ഒരു അവസരമാണ്. കാരണം വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഏരിയകൾ ഒന്നും നശിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ മനുഷ്യന് അവനെ അല്ലാതെ എന്നുള്ള വാചകം അതൊരു വലിയ വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മനുഷ്യനിലേക്ക് എത്താൻ കഴിഞ്ഞത്. വിജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എനിക്ക് അത്ര പ്രതീക്ഷയില്ല. കാരണം എനിക്ക് നിങ്ങളെ അല്പം പേടിയുണ്ട്. കാരണം പലപ്പോഴായിട്ട് പ്രദീപിനോടൊപ്പം നമ്മളിരുന്നതും യാത്രകളിലും ഒക്കെ ആയിട്ട് തന്നെ ഒരു ചെറിയ കാര്യമാണെങ്കിലും അതല്ലെങ്കിൽ വിട്ടുപോയിട്ട് കാര്യങ്ങളിലും പലപ്പോഴും പ്രദീപ് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഇതൊന്നുമല്ലാതെ നമ്മൾ ഇത്തരം യാതൊരു ബഹളമില്ലാതെ നമ്മൾ അശ്വമേധം കളിച്ചിട്ട് പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ആൾ ഓഫ് എ സഡൻ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പോലും ഒരു ചിന്ത ഏതു വഴിക്ക് പോയാലും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളൊരു 4-ാമത്തെ 5-ാമത്തെ മാക്സിമം ഒരു 7-നപ്പുറത്തേക്ക് ഇപ്പോഴും 7 ഞാൻ ഗ്രീൻസ് പാർട്ടിയിൽ ഞാൻ 7-ലെത്തി. അതെ, 7-നപ്പുറത്തേക്ക് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും ജർമ്മൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ പിടിക്കപ്പെടുന്നുണ്ട്. കാരണം മാത്രമല്ല ജെയും എമ്മും എത്തിയപ്പോഴും 6ഉം എമ്മും എത്തിയപ്പോഴും 6 അല്ല എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി മൈക്കൽ ബ്രോങ്ങർ ഈസ് എ വണ്ടർഫുൾ സെലക്ഷൻ. മറ്റൊന്നിനെയും നശിപ്പിക്കാൻ കഴിയുന്നില്ല മനുഷ്യന് അവനെ അല്ലാതെ. മൈക്കൽ ബ്രോങ്ങറിനെ മനസ്സിൽ വിചാരിച്ച് ശ്രീ മധുപാൽ ആദ്യ റൗണ്ടിൽ വിജയിച്ചു. ഇനി അദ്ദേഹം വിചാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയല്ല, ഒരു സംഭവത്തെക്കുറിച്ചാണ്. അതേത് സംഭവമായിരിക്കും? അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംഭവമായിരിക്കുമോ അതോ പരിതസ്ഥിതികൾക്കപ്പുറത്തെ ഒരു വിപരീത സംഭവമായിരിക്കുമോ? അതെനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, പ്രേക്ഷകർ കാത്തിരിക്കുന്നു രണ്ടാമത്തെ സൂചനയ്ക്ക് വേണ്ടി. രണ്ടാമത്തെ സൂചന പാഥേയം. ശ്രീ മധുപാൽ മിർ റിയൽറ്റേഴ്സിന്റെ 25,000 രൂപ ആധികാരികമായി തന്നെ മൈക്കൽ ബ്രോങ്ങറെ മനസ്സിൽ വിചാരിച്ച് വിജയിച്ചു. ഇനി അദ്ദേഹം വിചാരിക്കേണ്ടത് ഒരു സംഭവമാണ്. ഇടവേളയിൽ അദ്ദേഹം രണ്ടാമത്തെ ബൗളിൽ നിന്നും ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും അത് ജൂറിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ജൂറി ശ്രീ മധുപാൽ വിചാരിച്ച സംഭവം ഒരുമാതിരി അപ്രൂവ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു സംഭവമാണോ? ആ സംഭവത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹത്തെ 7 തവണ സഹായിക്കാൻ നിമ്മി തയ്യാറാണോ? തയ്യാറാണ്. പ്ലീസ് സിറ്റ് ഡൗൺ സർ. താങ്ക് യു. ഈശ്വര അല്ലേ? ഈശ്വര. അപ്പോൾ ശ്രീ മധുപാൽ, നമ്മൾ മൈക്കൽ ബ്രോങ്ങറിലാണ് പറഞ്ഞു നിൽക്കുന്നത്. ഇനി ഒരു സംഭവത്തെക്കുറിച്ചാണ് വിചാരിക്കുന്നത്. ഈ പഴയ അശ്വമേധം താങ്കൾ ആദ്യം പങ്കെടുത്തപ്പോൾ വ്യക്തി മാത്രമായിരുന്നു. ഇപ്പം അത് മാറി, സംഭവവും സ്ഥലവും കൂടിയുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ലതാ. അങ്ങനെയും ഓരോരോ വിഷയങ്ങൾ ഓരോരോ രീതികളിൽ കൊണ്ടുവരാവുന്ന ഒരു സാധ്യതകളുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചരിത്രപരമായിട്ടും ഉണ്ടാകുന്ന ഒരുപാട് ഇൻസിഡൻറ്റുകളുണ്ട്. അതിനകത്ത് തന്നെ ജനം അറിയേണ്ടതുണ്ട്, ജനം ഇപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട്, നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്, പിന്നെ അതിനെ വളരെ ആഹ്ലാദത്തോടു കൂടി കൊണ്ടു നടക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് വ്യക്തികളെ മാത്രമല്ല സംഭവങ്ങളും എന്നും എക്കാലത്തും ജനം ഓർക്കണം എന്നുള്ളത്. കാരണം സംഭവങ്ങൾ കൂടി ചേർന്നതാണ് ജീവിതം എന്നുള്ളതാണ്. തീർച്ചയായും ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ സംഭവങ്ങൾ നിറഞ്ഞു അല്ലേ? സോ ശ്രീ മധുപാലും ഒരുമിച്ച് യജ്ഞത്തിന്റെ 2ാം മേഖലയിലേക്ക് പ്രവേശിക്കുന്നു. റെഡി? തീർച്ചയായും. താങ്കൾ വിചാരിച്ച സംഭവം നല്ലതെന്നോ മോശമെന്നോ കൃത്യമായി വേർതിരിച്ച് പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അത് സംഭവങ്ങളുടെ കൂട്ടത്തില് ചിലത് നമുക്ക് അബ്രപ്റ്റായി നല്ലതെന്ന് പറയാം, ചിലത് അബ്രപ്റ്റായി മോശമെന്ന് പറയാം, ചിലത് രണ്ടും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം വെച്ചാൽ ഡിപ്പെൻഡ് അത് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരോ. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരു കൊലപാതകം ഒരിക്കലും നല്ല സംഭവം എന്ന് പറയാൻ പറ്റില്ല.
പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആറ്റം ബോംബിൻ്റെ കണ്ടുപിടുത്തം, അത് നല്ലതെന്നും പറയാൻ പറ്റില്ല, മോശമെന്നും പറയാൻ പറ്റില്ല. കാര്യം ചിലർ നല്ലതെന്ന് പറയും, ചിലർ മോശമെന്ന് പറയും, അല്ലേ? ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട്, ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു സംഭവമാണ്, രണ്ട് മുഖങ്ങളുള്ളൊരു സംഭവമാണ്, അല്ലേ? ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. ആണ്. അതെ അതെ. കേരളത്തിൽ നടന്ന സംഭവം ഒരു രാഷ്ട്രീയ സംഭവം അല്ല. ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് നടന്ന സംഭവം അതെ ആണ്. ഇനി ചില സംഭവങ്ങൾ ഒരിടത്ത് നടന്നതാകണമെന്നില്ല. ഇത് ഒരിടത്ത് നടന്ന ഒരിടത്ത് സംഭവം. നടന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ ജില്ലകളിൽ ഒരിടത്താണോ നടന്നത്? അതെ. തിരുവനന്തപുരം ജില്ലയിൽ അല്ല. കൊല്ലം ജില്ലയിൽ അല്ല. ആലപ്പുഴ ജില്ലയിൽ അതെ. 1980 ശേഷം നടന്ന സംഭവം 80 ശേഷമാണ്. ആണ്. 2000 ശേഷമാണ്. അല്ല. കലയുമായോ സാഹിത്യവുമായോ ബന്ധപ്പെട്ട സംഭവമാണോ? ഇല്ല. അല്ല. 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 ആ സംഭവത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. പക്ഷെ എന്നാൽ നല്ലതെന്നോ ചീത്തയെന്നോ കൃത്യമായി പറയാൻ പറ്റില്ല. നല്ലതെന്നോ ചീത്തയെന്നോ എന്ന് പറയാൻ പറ്റില്ല. അല്ലല്ല, രണ്ട് മുഖങ്ങളുള്ള സംഭവം. അല്ല, ഞാൻ അതില്ല, അതിന് രണ്ട് മുഖമില്ല. ചീത്ത എന്ന രീതിയിൽ തന്നെ നമ്മൾ പറയുന്നു. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, ഡിപ്പെൻസ് അപ്പോൺ ഇതാ. ഓരോരുത്തർ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ചിലർക്ക് നല്ലത് അവർക്ക് നല്ലതാകാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതാണ് പറഞ്ഞത്, ചെയ്യുന്ന ആൾക്ക് നല്ലതാകാം. സംഭവിച്ച സമൂഹത്തിന് നല്ലതാണോ എന്നാണ്. അല്ല, ഒരിക്കലും നല്ലതല്ല. നെഗറ്റീവ് ഇൻസിഡന്റ് ആണ്. ആലപ്പുഴ ജില്ലയിൽ 1980 ശേഷം നടന്നത് ഒരു കൊലപാതകം തന്നെയാണത്. അതെ, കൊലപാതകമാണ്. താങ്കൾ വീണ്ടും കരുവാറ്റയിലേക്കും മാവേലിക്കരയിലേക്കൊക്കെ പോയോ? നോക്കട്ടെ. മരിച്ചയാൾ ചാക്കോയാണോ? ആണോ? ചോദ്യപദമാണ്. അതെ അതെ. അത് ശരി. അപ്പോൾ വീണ്ടും താങ്കൾ ആരംഭിച്ചെടുത്ത് തന്നെ തിരിച്ചു പോയി. നമ്മൾ തുടങ്ങിയത് അങ്ങനെയായിരുന്നില്ലേ? NH-47 നടന്ന ഒരു സംഭവമാണത്. ഒരു ദിവസത്തെ പത്രം വായിച്ചപ്പോൾ സുകുമാരക്കുറുപ്പ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത. അപ്പോൾ അന്ന് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരാളൊരു എന്ത് സുന്ദരനായൊരു മനുഷ്യൻ, അയാളെ കൊന്നുകളഞ്ഞല്ലോ. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പത്രത്തിൽ വാർത്ത വരുന്നത്, സുകുമാരക്കുറുപ്പ് കൊന്നു എന്ന് പറഞ്ഞ് അടുത്തൊരു വാർത്ത വരുന്നത്, അല്ലേ? വളരെ നാടകീയമായ, വളരെ സിനിമാറ്റിക്കായ ഒരു സംഭവം. ചലച്ചിത്രം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര്. ആ സിനിമയുടെ പേര് NH-47 എന്നായിരുന്നു എന്നാണ് എൻ്റെ വാർത്ത. താങ്കൾ വിചാരിച്ച സംഭവം നാഷണൽ ഹൈവേയിൽ വെച്ച് നടന്ന ചാക്കോ വധമാണോ സുകുമാരക്കുറുപ്പിനാൽ നടത്തപ്പെട്ട? അതെ. മത്സരം അവസാനിച്ചാലും മധുപാലിന്റെ മികവ് അവസാനിക്കുന്നില്ലല്ലോ. ചാക്കോ വധം 1984 ചാക്കോ എന്ന ചലച്ചിത്ര വിതരണക്കാരനെ സുകുമാരക്കുറുപ്പ് വധിച്ച സംഭവം. ആലപ്പുഴയ്ക്ക് പോകുവാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ചാക്കോയെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി യാത്രാമധ്യേ കഴുത്തിൽ തുണി മുറുക്കി കൊല്ലുകയായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം എന്ന സ്ഥലത്ത് കൊല്ലകടവ് പൈനുമൂട് റോഡിനരികിൽ വയലിലാണ് സുകുമാരക്കുറുപ്പിന്റെ കാറിൽ കത്തിയ നിലയിൽ ചാക്കോയെ കണ്ടെത്തിയത്. താനാണ് മരിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗൾഫിൽ താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പണമായി 8 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു സുകുമാരക്കുറുപ്പിന്റെ ഉദ്ദേശം. സുകുമാരക്കുറുപ്പിനെ കേരള പോലീസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വെറോണിക്ക കാമുകനിൽ എന്നാണ് പണ്ട് താങ്കൾ അഭിസംബോധന ചെയ്ത് തുടങ്ങിയത്.
ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരുപാട് തലപ്പാവുകളുടെ തലയെടുപ്പുള്ള മധുബാലൻ. മലയാളികൾക്ക് മധുബാലൻ എന്ന ചലച്ചിത്രകാരനെ, ചലച്ചിത്ര സംവിധായകനെ വളരെ ഇഷ്ടമാണ്, ചലച്ചിത്ര നടനെ വളരെ ഇഷ്ടമാണ്. എനിക്കിത് രണ്ടും ഇഷ്ടമാണെങ്കിലും താങ്കൾക്ക് വിഷമം തോന്നില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു പടി കൂടുതൽ എനിക്ക് താങ്കൾ എന്ന ചെറുകഥാകൃത്തിനെ ഇഷ്ടമാണ്. ദേഷ്യമുണ്ടോ പറഞ്ഞത്? ഇല്ലല്ലോ, ഞാൻ പൊതുവെ അറിയപ്പെടുന്നത്, സത്യത്തിൽ എൻ്റെ സ്വകാര്യമായിട്ട് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാരണം താങ്കളുടെ കഥകൾക്ക് വളരെ മൗലികമായ ഒരു സ്പർശം, ഒരു നൈരന്തര്യ ഭാവമുണ്ട് കഥയിൽ. സന്തോഷം ശ്രീ മധുബാൽ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നു. പേടിത്തൊണ്ടൻ എന്ന ചലച്ചിത്രത്തിൻ്റെ വിജയത്തിനു വേണ്ടി കേരളത്തിലെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയും? ഇത് ശരിക്കും മലയാളി എന്നല്ല, ലോകത്ത് മനുഷ്യനുള്ളിടത്തോളം മുഴുവൻ എല്ലാ മനുഷ്യനും കാണേണ്ട ഒരു ചലച്ചിത്രം തന്നെയാണ് ഒരർത്ഥത്തിൽ പേടിത്തൊണ്ടൻ ഒരു മനുഷ്യൻ്റെ കഥയാണ്. ഭീരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് തള്ളിമാറ്റേണ്ടതല്ല. ഇത് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, മനുഷ്യനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ജീവജാലങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, പരിസ്ഥിതിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, സർവോപരി ദൈവം, ജീവിതം, സ്നേഹം, കരുണ എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഉള്ള മനസ്സുകൾ ഈ ചലച്ചിത്രത്തെ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട്. തീർച്ചയായും അത്തരം മനുഷ്യന്മാർ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ആ മനുഷ്യന്മാർ മുഴുവൻ ഈ ചലച്ചിത്രം കാണണം എന്ന് ഒരാഗ്രഹവും. നിമി പ്ലീസ്. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം. ഇതുപോലൊരെണ്ണം മുമ്പ് കിട്ടിയതുണ്ട്, ഏകദേശം ഇതേ സ്വഭാവത്തിലുള്ള ഒരു കുഞ്ഞു സാധനമാണ്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു. ഇത് മിർ റിയൽറ്റേഴ്സ് താങ്കൾക്ക് നൽകുന്ന 5,000 rupees ക്യാഷാണ്. ശ്രീ മധുബാലുമൊത്തുള്ള മനോഹരമായ നിമിഷങ്ങൾക്ക് ഇവിടെ അവധി കൊടുക്കാം. പക്ഷേ ഈ അവധി കൊടുക്കുമ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കാൻ അല്ലെങ്കിൽ സൂചന നൽകാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ 2 സൂചനകൾ നൽകി. എവിടെ ഞങ്ങളുടെ 3ാമത്തെ സൂചന എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ബാലമുരളി എന്ന ആദ്യത്തെ സൂചനയ്ക്ക് ശേഷം, പാഥേയം എന്ന 2ാമത്തെ സൂചനയ്ക്ക് ശേഷം എൻ്റെ 3ാമത്തെ സൂചന ഇതാണ്: ആരോട് യാത്ര പറയേണ്ടു ഞാൻ. ശ്രീ മധുബാൽ മധുരമായ ചിന്തകളോടെ അവശേഷിപ്പിച്ച ഈ അരങ്ങിലേക്ക് ഇനിയെത്തുന്നത് വീണ്ടും ഒരു അതിഥിയാണ്. മലയാളിക്ക് തൻ്റെ ഊർജ്ജസ്വലമായ ചിന്തകൾ കൊണ്ടും പൊതുധാരാ പ്രവർത്തനം കൊണ്ടും പരിചയസമ്പന്നയായ ആ അതിഥിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ബിന്ദു കൃഷ്ണ. പ്ലീസ് വാക്ക് ഇൻ. ശ്രീമതി ബിന്ദു കൃഷ്ണ, കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അശ്വമേധം കാണാറുണ്ടോ? പുതിയ അശ്വമേധം തുടങ്ങിയിട്ട് കാര്യമായി കാണാൻ കഴിഞ്ഞില്ല, 1-2 എപ്പിസോഡ് മാത്രം. തിരക്ക് ഒരുപാടുള്ളതല്ലേ? പക്ഷേ ആദ്യ അശ്വമേധം സമയത്ത് ഒന്നും ഇടാതെ കാണുമായിരുന്നു, അത്രയ്ക്ക്. പക്ഷേ ഇപ്പോഴും തിരക്ക് മാറ്റി വെച്ചെങ്കിലും കാണാൻ ശ്രമിക്കണം. തീർച്ചയായും. കാരണം താങ്കളെ പോലുള്ളവർ ഈ വിപരീത സമസ്യ കാണുമ്പോഴും അതിലുള്ള ചിന്തകൾ മറ്റും താങ്കൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴും ഒരു പരസ്പര പൂരണം സാധ്യമാവുകയാണ്. തീർച്ചയായും അത് സാധ്യമാകും. അത് വളരെ നല്ല കാര്യവുമാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും താങ്കളുടെ പൊതുജീവിതത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. അത് പക്ഷേ നമുക്ക് ഈ കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. താങ്കളെപ്പോലെ ഒരാൾ അധിക നേരം നിർത്തി സംസാരിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല തന്നെ. നമുക്ക് യാഗവേദിയിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ഒരു യാഗസഞ്ചാരം നടത്തുന്ന ശ്രീമതി ബിന്ദു കൃഷ്ണ, നമുക്ക് ആരംഭിക്കാം അശ്വമേധത്തിലെയാണ്. ഒരു വിഷയമെടുത്തു. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രസ്ഥാനങ്ങൾ, ഓർഗനൈസേഷൻസ്, പ്രസ്ഥാനങ്ങൾ. താങ്കൾക്ക് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഒരു വിഷയം തന്നെ ലഭിക്കുകയും ചെയ്യും. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം താങ്കൾ പറഞ്ഞാൽ മതിയാകും. താങ്കളോടുള്ള എൻ്റെ വാചകം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഒമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. താങ്കളുടെ ഉത്തരം 100% ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ സമ്മാനം താങ്കൾക്ക് സ്വന്തം. ആ വിഷയം തിരികെ നിക്ഷേപിക്കാം. ഇനി 2ാം ബൗളിലേക്ക് കിടക്കാം. തീർച്ചയായും
റിലിജിയൻസ്, മതങ്ങൾ. മതങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ്? ഏഷ്യ, യൂറോപ്പ്? ഏഷ്യ. ഏറ്റവും കൂടുതലല്ല, എല്ലാ മതങ്ങളും ഏഷ്യയിൽ നിന്ന് തന്നെയാണ്. താങ്കളുടെ ഉത്തരം 100% ശരിയാണ്. മെറിൽ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപയുടെ ക്യാഷ് അവാർഡ് താങ്കൾക്ക് സ്വന്തം. ഇനി മൂന്നാം ബൗളിലേക്ക് കടന്നു. തീർച്ചയായും ജീവശാസ്ത്രം, ബയോളജി. ജീവശാസ്ത്രം, ബയോളജി. താങ്കളോടുള്ള ചോദ്യം, ജീവശാസ്ത്രം എന്ന വിഷയത്തെ അധികരിച്ചുള്ള ചോദ്യം ഇതാണ്. ഏറ്റവും കൂടുതൽ ഉയരമുള്ള ജീവി ജിറാഫാണ് എന്ന് നമുക്കറിയാം. ഏറ്റവും നീണ്ട വാലുള്ള ജീവി ഏത് എന്നാണ് ചോദ്യം. ജിറാഫ്, കുതിര, ആന? ജിറാഫ് തന്നെയാണ്. ഉയരം കൂടുന്തോറും താഴേക്കുള്ള വളർച്ചയും കൂടും, അല്ലേ? എത്ര മുകളിലേക്ക് പോയാലും താഴേക്കും അങ്ങനെ തന്നെ വന്നേ പറ്റൂ. ഉത്തരം 100% ശരിയാണ്. മെറിൽ റിയൽറ്റേഴ്സ് നൽകുന്ന 5000 രൂപയുടെ ക്യാഷ് അവാർഡ് താങ്കൾക്ക് സ്വന്തം. ഇനി ഒരു കാഴ്ച കടമ്പ കൂടി കടന്നാൽ നമ്മൾ യജ്ഞത്തിലെത്തും. ഇദ്ദേഹം ഒരു പ്രശസ്തനായ കലാകാരനാണ്. ഇദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 2 മക്കൾക്ക് അന്നും ഇന്നും എന്നും ഒരേ പ്രായം. എൻ്റെ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ വരെയും ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പ്രായം ഒന്ന് തന്നെ, ഒരേ പ്രായം. മക്കളുടെ കൂടെ ഒരു പട്ടിയുമുണ്ട്. ആരാണ് ഇദ്ദേഹം? ടോംസ്. ബോബിന്റെയും മോളിയുടെയും കർത്താവായ ടോംസ് ആണോ അത്? നോക്കട്ടെ. ശരിയാണ്, ടോംസിനെ തന്നെയാണത്. റിയൽറ്റേഴ്സ് നൽകുന്ന 10000 രൂപയുടെ സമ്മാനം താങ്കൾക്ക് സ്വന്തം. യാഗം താങ്കൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പ്ലീസ്. യജ്ഞവേദിയിലേക്ക് കടക്കുന്നതിന് മുൻപ് താങ്കളുടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യമായി താങ്കൾ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ജീവിതത്തിൽ എപ്പോഴാണ്? ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. അന്ന് KSUവിൻ്റെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. വിജയിച്ചു? ഇല്ല. SFIയുടെ ഒരു ഉരുക്കു കോട്ടയാണല്ലോ. കോട്ടയാണ്. അപ്പോൾ എപ്പോഴും എതിർകക്ഷിയുടെ ഉരുക്കു കോട്ടയിൽ മത്സരിക്കാനാണ് താങ്കളുടെ വിധിയെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി നിയോഗമോ ആയി മാറിയിരിക്കുന്നത്. നിലവിൽ അതാണ്. നാളെ വ്യത്യാസം ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട്. നാളെ വ്യത്യാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട്. താങ്കൾ ഈ നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ പ്രവണതകളെ എങ്ങനെ നോക്കിക്കാണും? ഒട്ടനവധി ഇത് ചോദിക്കാൻ കാരണം ഒരുപാട് വിവാദങ്ങളിലും വാർത്തകളിലും താങ്കളുടെ പേര് പലപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത്. അല്ല, ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളുടെ ആ ഒരു ബഹിർസ്ഫുരണം രാഷ്ട്രീയത്തിലും ഉണ്ടാകും. പക്ഷേ പഴയകാല രാഷ്ട്രീയ പ്രവർത്തകർ ഒരുപാട് ത്യാഗം സഹിച്ചാണ് ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ പൊതുരംഗത്ത് നിലനിന്നിട്ടുള്ളത്. മറ്റൊരു രൂപത്തിൽ ഇന്നത്തെ പൊതുപ്രവർത്തകരും അത് അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നത്. അതിലെ പേരുകൾ, എന്നെ പോലുള്ളവരുടെ പോലും പേരുകൾ ഉണ്ടാകേണ്ടി വരുന്നത്. ഒരു സ്വകാര്യം ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ചോദിച്ചോട്ടെ. തീർച്ചയായും. അശ്വമേധം പോലൊരു ബൗദ്ധിക പരിപാടിയിൽ പ്രസക്തമല്ല എങ്കിലും എന്തായിരുന്നു അന്ന് പോലീസുകാരുമായി ബന്ധപ്പെട്ട വിഷയം? മാനന്തവാടിയിലെ പ്രശ്നം സ്വാഭാവികമായി കേരളം കുറേയേറെ എന്നെ തെറ്റിദ്ധരിച്ചൊരു വിഷയം തന്നെയായിരുന്നു അത്. ശരിക്കും 10 മണി വരെ പ്രോഗ്രാം നടത്താവൂ എന്നുള്ളൊരു അവിടുത്തെ നിർദ്ദേശമുള്ളതായി ഞങ്ങൾക്ക് തലേന്ന് തന്നെ അറിവ് കിട്ടി. 10 മണിക്ക് തന്നെ പ്രോഗ്രാം തീർക്കാമെന്ന നിലയിൽ സ്ത്രീകളൊക്കെ തന്നെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഞങ്ങളുടെ ജാഥയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള സ്ത്രീകൾ വളരെ നേരത്തെ അവിടെ എത്തി. കറക്റ്റ് 9 മണിക്ക് തന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങി. മറ്റു നേതാക്കന്മാരൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ എൻ്റെ സംസാരമായിരുന്നു. ഞാനത് സംസാരിക്കും. ഒപ്പം ഞാൻ സംസാരിക്കാൻ എഴുന്നേൽക്കുന്നതിന് 10 മണിയാകുകയാണ്. ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് ഒന്ന് പറഞ്ഞാൽ മതി, ഞാനപ്പോൾ നിർത്താമെന്ന് പറഞ്ഞ് ആണ് ഞാൻ സംസാരിക്കാൻ കയറിയത്. പക്ഷേ 10 മണിക്ക് 2 മിനിറ്റ് എൻ്റെ ഈ വാച്ചിൽ ആകുന്നതിന് തൊട്ട് മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുന്ന് കടന്നു വരുന്നത് കണ്ടു. അദ്ദേഹം എന്തിനു വന്നു എന്ന് എനിക്ക് അപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാം നിശ്ചലമായ പോലെ മൈക്ക് ഓഫായി. മൈക്ക് ഓഫായപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഞാൻ കാണുന്നത് മൈക്ക് ഓഫായപ്പോൾ ഞാൻ തിരികെ ഒന്നും പറയാൻ പോയില്ല. എനിക്കറിയാം നിയമത്തിനെക്കുറിച്ച് അധികം അറിയത്തില്ലെങ്കിലും നിയമത്തിൽ ബിരുദാനന്തര ബിരുദധാരി എന്ന നിലയിലും കോടതിയിൽ 13 വർഷം വളരെ സജീവമായി പ്രാക്ടീസ് ചെയ്ത ഒരാളെന്ന നിലയിലും എനിക്കറിയാം അഥവാ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ 10 മണി കഴിഞ്ഞു എങ്കിൽ പോലും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അവിടെ വന്ന്. ഞാനിത് ചോദിക്കാനുള്ള പ്രധാന കാരണം ഇടക്കാലത്ത് ഞാൻ പങ്കെടുക്കാൻ പാടില്ലാത്ത ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുത്തു. എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഞാനത് പരസ്യമായി തുറന്നു പറയുകയും ചെയ്തു.
അന്നത്തെ താങ്കളുടെ പരാമർശത്തിൽ താങ്കൾക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നി? എന്നെനിക്ക് തോന്നിയില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ സാഹചര്യം അത് ആവശ്യപ്പെട്ടു. അത് പെട്ടെന്ന് മൈക്ക് ഓഫ് ആയപ്പോൾ അവിടെ നിന്ന് സ്ത്രീകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അവർ തന്നെ ചോദിച്ചു, എന്തിനാ സാറേ ഇത് ചെയ്യുന്നത്, സമയമില്ലല്ലോ, പറഞ്ഞാൽ നിർത്തുമായിരുന്നല്ലോ. എന്നോടൊരു വാക്ക് പറയാമായിരുന്നു, ഒന്നുകിൽ അദ്ദേഹത്തിന് പറയായിരുന്നു, ആരെങ്കിലും വിട്ടു പറയിക്കാമായിരുന്നു. മാത്രമല്ല സമയമായില്ല. അപ്പോൾ അദ്ദേഹം കാണിച്ചത് അധികാര ദുർവിനിയോഗം തന്നെയാണെന്ന ബോധ്യം അന്നും ഇന്നും എനിക്കുണ്ട്. ഒരു പക്ഷേ ഇതുപോലൊരു സമ്മേളനം ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന രംഗം വഷളാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കടമ. പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്തത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടക്കുന്ന സമയത്ത് അദ്ദേഹം ചെന്ന് മൈക്ക് ഓഫ് ചെയ്യുന്ന അദ്ദേഹം പ്രകോപനത്തിന് നേതൃത്വം നൽകുക. അത് തെറ്റാണ്. അത് ചോദിച്ച സ്ത്രീകളോട് മോശമായി പെരുമാറുക, അവരെ ആക്ഷേപിക്കുക, അത് ചോദിച്ച അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെയുള്ള ഭാരവാഹികളടക്കമുള്ള മോശമായി പെരുമാറുക. വല്ലാത്തൊരു സന്ദർഭത്തിലാണ് ഞാൻ അതിനെ ശക്തമായി പ്രതികരിച്ചത്. എന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. എന്നെ വിശ്വസിച്ച് വന്ന ആളുകളുടെ വികാരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. ഇപ്പം തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത സമയത്ത് ഒരു IAS ഓഫീസറെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് എന്തെല്ലാം മോശമായ ഭാഷയിൽ പറഞ്ഞു, ഒരാൾ പ്രതികരിക്കുന്നില്ല. സ്ത്രീകളോട് എന്തൊക്കെ നമ്മൾ സ്ത്രീ ശാക്തി, ഒരു പക്ഷേ സ്ത്രീകളുടെ യോഗമല്ല എങ്കിൽ അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. ഞാൻ ആ പോയിന്റാണ് ചോദിച്ചത്. കേരളത്തിലെ പുരുഷന്മാർ നടത്തുന്ന എത്രയോ രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങൾ പരിപാടികൾ നടത്തും, തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അത് നിയന്ത്രിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധത്തിൻ്റെ വഴികൾ, പ്രതിഷേധത്തിൻ്റെ വഴികൾ, അത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ പേരിൽ അവിടെ വേറൊരാൾക്ക് ഒരു നഷ്ടം സംഭവിച്ചില്ല. പക്ഷേ ഒരു നഷ്ടം സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഒരിക്കലും പോവുകയില്ല. അതെൻ്റെ നിഷ്ഠ. ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, ഞാൻ കുറച്ച് കുശലങ്ങൾ അന്വേഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. പെൺകരുത്തിന്റെ ശബ്ദമുണ്ട്, അറിവിനോടുള്ള ഊർജ്ജമുണ്ട്, ആത്മാർത്ഥതയുണ്ട്, ഒരു പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ എന്നും സിംഹക്കൂട്ടിൽ പെട്ടുപോകുന്ന ഒരു ലൈറ്റ് വീഴും. അന്ന് 10 മണിക്ക് യോഗം അവസാനിപ്പിക്കാത്തത് കൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അതിനൊരു തിരുത്തുണ്ട്. 10 മണി ആയില്ലായിരുന്നു. 10 മണി ആയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ 10 മണിയായി. 10 മണി എന്നത് അശ്വമേധത്തിൻ്റെ ഒരു ദിവസത്തെ അധ്യായം അവസാനിപ്പിക്കാനുള്ള നിമിഷമാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ പ്രശ്നവും ഈ പ്രശ്നവും തമ്മിൽ കോറിലേറ്റ് ചെയ്യേണ്ട. അതും 10 മണി, ഇതും 10 മണി എന്ന് മാത്രം. ഈ ദിവസത്തെ അശ്വമേധ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ അശ്വമേധം അവസാനിക്കുന്നില്ല, നിങ്ങളുടെ സമയവും അവസാനിക്കുന്നില്ല. ഞാൻ തന്ന 3 സൂചനകൾക്ക് ശരി ഉത്തരം കണ്ടെത്തുവാൻ, ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ, FB-യിൽ അറിയിക്കുവാനൊക്കെ നിങ്ങൾക്കിനി 1 മണിക്കൂർ കൂടി സമയമുണ്ട്. നിങ്ങൾക്ക് ചുവന്ന ലൈറ്റ് വീഴുന്നത് 10 മണിക്കല്ല, 11 മണിക്കാണ്. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1 ബാലമുരളി. സൂചന 2 പാഥേയം. സൂചന 3 ആരോട് യാത്ര പറയേണ്ടു ഞാൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോർമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ID-യിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം മാസ്റ്റർ ക്ലിന്റ്. ശ്രീമതി ബിന്ദു കൃഷ്ണ ഇവിടെ തന്നെ ഉണ്ടാകും. ചൂടറിവിൻ്റെ പുതിയ മേഖലകളിൽ പുതിയ ചിന്തകളുമായി പുതിയ വഴികൾ തേടി ആ വഴികളിലൂടെയുള്ള അശ്വമേധത്തിൻ്റെ സഞ്ചാരത്തിൽ നാളെ നിങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ഞാൻ നിങ്ങളോട് ശുഭരാത്രി പറയുന്നു. നാളെ 9 മണിക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ഫ്രം GS.